ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. ഷാർജയിൽ നിന്നുള്ള എയർ അറേബ്യ വിമാനത്തിലാണ് മൃതദേഹം കൊണ്ടുപോയത്. നാളെ പുലർച്ചെ 4 മണിക്ക് മൃതദേഹം തിരുവനന്തപുരത്ത് എത്തും. അരുൺ പറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അല്പസമയം മുമ്പ് ഷാർജയിൽ നിന്നാണ് അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് ഉച്ചയോടുകൂടി മൃതദേഹത്തിന്റെ എംബാമിംഗ് ഉൾപ്പെടെ പൂർത്തിയായിരുന്നു. തുടർന്ന് വൈകുന്നേരമാണ് മൃതദേഹം വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇവിടെ ഏകോപിപ്പിച്ചത്. ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ അറേബ്യ വിമാനത്തിലാണ് ഈ ഒരു മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇനി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4 മണിയോടുകൂടി മൃതദേഹം തിരുവനന്തപുരത്ത് എത്തും. അതുല്യയുടെ സഹോദരി അഖില, അതോടൊപ്പം തന്നെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളും ഇന്ന് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ മാസം 19-നാണ് അതുല്യയെ ഷാർജ റോളയിൽ താമസിക്കുന്ന ഫ്ളാറ്റിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ അതുല്യയുടെ കുടുംബാംഗങ്ങൾ സംശയം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിനാൽ വിശദമായ പരിശോധനയായിരുന്നു പോലീസ് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. തുടർന്ന് അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്ന ഫോറൻസിക് ഫലം ഇന്നലെയാണ് ലഭിച്ചത്. ഇതിനുശേഷമാണ് ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ ഊർജിതമാക്കിയത്. 1.5 വർഷം മുൻപാണ് അതുല്യ ഭർത്താവിനൊപ്പം UAE-ലെത്തിയത്. അതുല്യയുടെ ഭർത്താവ് സതീഷിന് മരണത്തിൽ പങ്കുണ്ടെന്നും നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും സഹോദരി അഖില കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ അതുല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെയും ഈ സതീഷിന്റെ പുറത്തു വന്ന വീഡിയോയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതുല്യയുടെ ഭർത്താവിനെതിരെ ദുബായിലെ നിർമ്മാണ കമ്പനി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടിയിലേക്കും കടന്നിരുന്നു. എന്തായാലും നാളെ രാവിലെ 4 മണിയോടുകൂടി അതുല്യയുടെ മൃതദേഹം തിരുവനന്തപുരത്തെത്തും.